morning, all. Good morning. Response good morning, partner. Okay. Then okay, class start ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് വൺ റിസോഴ്സസ് ആണ് പറഞ്ഞു നിർത്തിയത്. ഏതൊക്കെയായിരുന്നു റിസോഴ്സസ്? 5M നമ്മൾ പഠിച്ചു അല്ലേ? മെൻ, മണി, മെറ്റീരിയൽസ്, മെഷീനറി ആൻഡ് മെത്തേഡ്. ഓക്കെ, അവിടെ പറയല്ലേ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. ദെൻ നിങ്ങൾ വായിക്കുന്നുണ്ടോ? മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യണില്ല എല്ലാവരും കൃത്യമായിട്ട്? അതോടൊപ്പം തന്നെ വായിക്കുക, അതാത് ക്ലാസ്സുകൾ ആ ദിവസം തന്നെ പറ്റുന്നവർ മാക്സിമം അത് വായിച്ചും കൂടി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ലാസ്റ്റ് ദിവസത്തേക്ക് അല്ലെങ്കിൽ റിവിഷന് വേണ്ടി മാറ്റി വെക്കേണ്ട, നിങ്ങൾ പറ്റുന്ന സമയം കിട്ടുന്നതനുസരിച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. ഇത് നമ്മൾ അടുത്ത് നോക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ആണ് ഇനി പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ മെയിൻ ആയിട്ട് മാനേജ്മെന്റിന് 4 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. The major principles are, അപ്പോൾ മേജർ ആയിട്ട് 4 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. 4 പോയിന്റുകൾ വളരെ ഷോർട്ട് ആക്കിയിട്ടാണ് തന്നിരിക്കുന്നത് പ്രിൻസിപ്പിള്. സോ അത് കൃത്യമായിട്ട് 4 എണ്ണം പഠിച്ചിരിക്കണം. നോക്കാം ഏതൊക്കെയാണ് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. യൂണിറ്റി ഓഫ് കമാൻഡ്, സ്പാൻ ഓഫ് കൺട്രോൾ, ഹോമോജീനിയസ് അസൈൻമെന്റ് ആൻഡ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. കണ്ടോ, 4 പ്രിൻസിപ്പിൾ ആണ്. ഒന്ന് യൂണിറ്റി ഓഫ് കമാൻഡ്, സ്പാൻ ഓഫ് കൺട്രോൾ, homogeneous assignment and delegation of authority. നിങ്ങൾ അതുപോലെ തന്നെ 4 പേരുകൾ പഠിക്കുക. ഞാൻ ജസ്റ്റ് എന്താണെന്ന് ഓരോന്നും ഒന്ന് പറഞ്ഞു തരാം. അത് നോട്ട് ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് മാത്രം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ കമാൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നിങ്ങൾ കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയാം എന്താ കമാൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കമാൻഡ് ചെയ്യുക, എന്താ കമാൻഡ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മളൊരു ഓർഡർ കൊടുക്കുക അല്ലെ. ഇപ്പൊ ഒരു മുതിർന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കീഴിലുള്ള വ്യക്തികൾക്ക് കമാൻഡ് ചെയ്യുന്നതാണ് അല്ലെ. അതായത് കമാൻഡുകളൊക്കെ നമ്മൾ ഒരാളിൽ നിന്നാണ് നമ്മൾ കമാൻഡുകൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കമാൻഡ് ചെയ്യണം. സോ അവർക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യും? അതനുസരിച്ചിട്ട് ഈ കമാൻഡിനനുസരിച്ചിട്ട് ആ കമാൻഡുകളൊക്കെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യും? പ്രവർത്തിക്കുന്നു. അതിനെയാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താ സ്പാൻ ഓഫ് കൺട്രോൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, അതായത് ഒരു നിയന്ത്രണ, ഒരു പരിധി, കൺട്രോൾ. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ, ആ സൂപ്പർവൈസറിന്റെ കീഴിൽ കുറച്ച് ഉദ്യോഗസ്ഥര് അദ്ദേഹമായിരിക്കും മേൽനോട്ടം വഹിക്കുന്നത്. ചിലപ്പോൾ ഒരു 20 എംപ്ലോയീസോ അല്ലെങ്കിൽ 25 എംപ്ലോയീസിന് മേൽനോട്ടം വഹിക്കുന്നത് ഒരു സൂപ്പർവൈസർ ആയിരിക്കും. സോ ഒരു വ്യക്തിയുടെ പരിധിയിൽ ഇത്ര പേര് അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നു. അതിനെയാണ് എന്ത് വിളിക്കുക? സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യൂണിറ്റി ഓഫ് കമാൻഡും സ്പാൻ ഓഫ് കൺട്രോളും ഓക്കെ ആണോ? ഇത് എഴുതിയൊന്നും വെക്കണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രം. നിങ്ങൾ ആ 4 പ്രിൻസിപ്പിൾ മാത്രം പഠിച്ചാൽ മതി, എങ്കിലും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നു. ദെൻ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഹോമോജീനിയസ് അസൈൻമെന്റ്. ഹോമോജീനിയസ് അസൈൻമെന്റ് എന്താ ഹോമോജീനിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അതായത് ഒരേ രീതിയിലുള്ള പ്രവർത്തനങ്ങള് മാനേജ്മെന്റ് ചെയ്യുന്നത്, സെയിം ഒരേ പ്രവർത്തനങ്ങൾ മാനേജ്മെന്റ് കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ. ലാസ്റ്റ് വൺ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ എന്ന് വെച്ചാൽ എന്താ? ഡെലിഗേഷൻ കേട്ടിട്ടുണ്ടോ വേർഡ്? ഡെലിഗേഷൻ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ഓരോരുത്തരെ ഓരോ ഡ്യൂട്ടികൾ ഏൽപ്പിക്കുന്നത് അല്ലെ. ഓരോ വ്യക്തികളെ നമ്മൾ ഓരോ ചുമതലകൾ ഏൽപ്പിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക? ഡെലിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അപ്പൊ പ്രിൻസിപ്പിൾസ് ആണ് യൂണിറ്റി ഓഫ് കമാൻഡ്, സ്പാൻ ഓഫ് കൺട്രോള്, ഹോമോജീനിയസ് അസൈൻമെന്റ് ആൻഡ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ക്ലിയർ ആണോ? 4 പ്രിൻസിപ്പിള്, ആ പേരുകൾ മാത്രം പഠിക്കുക. സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കോ കേട്ടോ. 4 പോയിന്റ്സുകൾ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, 4 പോയിന്റ്സുകൾ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ദെൻ വായിച്ചു നോക്കണോ? ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, വായിച്ചില്ല? ഓക്കെ, 4 പോയിന്റ്സുകളാണ്, പ്രിൻസിപ്പിൾസുകൾ 4 എണ്ണമാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം
ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ നമ്മൾ 4 പ്രിൻസിപ്പിൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് ആണ്, മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആണ്. ഇപ്പൊ പ്രധാനമായിട്ടും മാനേജ്മെന്റിന് 5 ഫങ്ഷൻസ് ആണുള്ളത്. ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. ഇപ്പൊ പ്രധാനമായിട്ടും 4 ഫങ്ഷൻസ് ആണുള്ളത്. ഫങ്ഷൻസുകൾ പഠിച്ചു വെക്കുക. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ഓർ ലീഡിങ് ആൻഡ് കൺട്രോളിങ്. 5 ഫങ്ഷൻസുകളാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, ലീഡിങ് ഓർ ലീഡിങ് ആൻഡ് കൺട്രോളിങ്. ഓക്കെ, ഫങ്ഷൻസുകൾ 5 ഫങ്ഷൻസുകളുടെ പേരുകൾ പഠിക്കണം. ദെൻ ഇനി നമ്മൾ ഓരോ ഫങ്ഷൻസിനെ കുറിച്ചാണ് അടുത്ത ഭാഗത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. പ്ലാനിങ്ങിനെ കുറിച്ച് പഠിക്കുന്നു, ഓർഗനൈസിങ് എന്താണ്, ദെൻ സ്റ്റാഫിംഗ് എന്താണ്, ഡയറക്ടിങ് എന്താണ്, ദെൻ കൺട്രോളിങ്. ഓരോ ഫങ്ഷൻസിനെ കുറിച്ച് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫങ്ഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് പ്ലാനിങ്, അല്ലെ? നമുക്കറിയാം പ്ലാനിങ് എന്ന് പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഒരു ബിസിനസ് പരമായിട്ടാണെങ്കിലോ അല്ലാതെ മറ്റേത് കാര്യങ്ങൾക്കും പ്ലാനിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലേ? ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ടൂർ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് വിചാരിക്കുക, അല്ലെ? ഒരു ട്രിപ്പ് പോകാൻ പോവുകയാണേ. സോ ഈ ട്രിപ്പിന് മുൻപ് നമ്മൾ ഒരുപാട് പ്ലാനിങ്സ് ഒക്കെ നടത്താറുണ്ടോ? ചിലപ്പോൾ ഒരു മാസത്തിന് മുന്നായിട്ട്, അല്ലെങ്കിൽ ഒരു 2 മാസത്തിന് മുന്നായിട്ട്, അറ്റ്ലീസ്റ്റ് ഒരു 2-3 ആഴ്ചകൾക്ക് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്ലാനിങ് ചെയ്യും, അല്ലെ? അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളവിടെ പ്ലാൻ ചെയ്യുന്നത്? നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്, ചിലപ്പോൾ മേ ബി 1 ഡേ ട്രിപ്പ് പോകും, അല്ലെങ്കിൽ 2 ഡേ ട്രിപ്പ് ഒക്കെ ആയിരിക്കാം. സോ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്ലാനിങ് നടത്തും, അല്ലെ? എന്തൊക്കെ പ്ലാൻ ചെയ്യും? പ്ലേസ്, എവിടെ പോണം, ടൈം, എപ്പോ പോണം നമുക്ക്, അല്ലെ? ഇനി 1 ഡേ വേണോ, അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യണോ, അല്ലെ? എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകണം, തിരിച്ച് നമ്മൾ എപ്പോഴാണ് നമ്മൾ യാത്ര തിരിക്കേണ്ടത്, ഡ്യൂറേഷൻ എത്ര, അല്ലെങ്കിൽ ഏത് റൂട്ടാണ് പോകേണ്ടത്, എത്ര കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലേസിലോട്ട്, ദെൻ അതിന്റെ റൂട്ട് മാപ്പ് നോക്കണം, അല്ലെ? ഏത് വണ്ടിക്ക് പോകണം, ട്രാവലർ എടുക്കണോ, അല്ലെങ്കിൽ എങ്ങനെയാ നമ്മള് സ്വന്തം നമ്മുടെ വാഹനത്തിൽ തന്നെ പോണോ, അല്ലെങ്കിൽ വേറെ വണ്ടി അറേഞ്ച് ചെയ്യണോ, ഇനി കുറച്ചും കൂടി ആളുകളെ കൂട്ടണോ, അല്ലെ? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ, ഇനി നമ്മൾ ഫുഡ് കൊണ്ടുപോകണോ, ഫുഡ് അവിടെ ചെന്നിട്ട് പ്രിപ്പയർ ചെയ്യണോ, അല്ലെ? എന്നിങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒരു ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യും, അല്ലെ? അപ്പൊ അതുപോലെയാണ് ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നുള്ള ഒരു പ്രവർത്തനങ്ങളല്ല, മറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഓരോരോ വർക്കുകൾ, അതിന്റെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യും. ദെൻ നമുക്ക് ആരൊക്കെയാണ്, ഏതൊക്കെ സ്റ്റാഫിനെയാണ് ഓരോ വർക്കുകൾ നമ്മൾ ഏൽപ്പിക്കേണ്ടത്, അല്ലെ? എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓൾറെഡി നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും പ്ലാനിങ് എന്ന് പറയുന്നത്. നോക്കാം, പ്ലാനിങ് കൺസിസ്റ്റ് ഓഫ് സെലക്ടിങ് ദ മിഷൻ, ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആക്ഷൻസ് റിക്വയർഡ്, അല്ലെ? പ്ലാനിങ് കൺസിസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. സെലക്ടിങ് മിഷൻ, ഗോൾസ്, ഒബ്ജക്റ്റീവ്, ആക്ഷൻ റിക്വയർഡ്, അല്ലെ? അതായത് നമ്മള് ആവശ്യമായിട്ടുള്ള ദൗത്യം, മിഷൻ നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് പ്ലാൻ ചെയ്യും. ഗോൾസ്, ലക്ഷ്യങ്ങൾ, നമ്മളൊരു പ്രവർത്തനത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങൾ, നമ്മുടെ ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ്, പിന്നെ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, ആക്ഷൻസുകൾ എന്തൊക്കെയാണ്, അല്ലെ? നമ്മുടെ ഒബ്ജക്റ്റീവ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് പ്ലാനിങ്ങിൽ കൺസിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ എവിടെ പോകണം, പ്ലേസ്, ടൈം, ഡ്യൂറേഷൻ, അല്ലെ? 1 ഡേ ആണോ 2 ഡേ ആണോ, വെഹിക്കിൾ, ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും, അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെ പ്ലാനിങ്ങില് നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ആ പ്ലാനിങ്ങില് ഓർഗനൈസേഷന്റെ ഗോൾസ് വേണം, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം. ദെൻ നമ്മൾ അതിനെ പ്രാവർത്തികമാക്കാനായിട്ടുള്ള ആക്ഷൻസുകൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ പ്ലാനുകൾ കൺസിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തില്ലേ? ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, then it is defined as setting objectives, determining resources and selecting courses and required decision making, that is choosing future courses of action from among alternatives. ഇനി എന്താണ് പ്ലാനിങ് എന്നുള്ളതാണ് ഡിഫൈൻ ചെയ്യുന്നത്. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡിറ്റർമൈനിങ് റിസോഴ്സസ് ആൻഡ് സെലക്ടിങ് കോഴ്സസ്, അല്ലെ? പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്സിനെ സെറ്റ് ചെയ്യണം, അല്ലെ? ലക്ഷ്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യണം. ദെൻ അതിനായിട്ടുള്ള റിസോഴ്സസ്, ആവശ്യമായിട്ടുള്ള റിസോഴ്സസിനെ നമ്മൾ ഡിറ്റർമിനിങ്, നമ്മൾ കണ്ടെത്തണം. അതുപോലെ തന്നെ എന്താണ് സെലക്ടിങ് കോഴ്സസ്, ആവശ്യമായിട്ടുള്ള കോഴ്സസുകള്. ദെൻ റിക്വയർസ് ഡിസിഷൻ മേക്കിംഗ്, അല്ലെ? അതായത് നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കണം, കോഴ്സ് തിരഞ്ഞെടുക്കുക, ദെൻ നമ്മൾ ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. Then that is choosing future course of action from among alternatives. അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളത് നമ്മൾ ഇപ്പോഴേ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുന്നു. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഡിസൈഡിങ് വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ. പ്ലാനിംഗ് മസ്റ്റ് എയിം ടു ദ ഫുൾഫിൽമെന്റ്.
ആ ഒരു കോട്ട് ഇട്ടത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. കോട്ട് ഇട്ടിട്ടില്ലേ? ഡിസൈഡിങ്, ഞാൻ വായിക്കാം, അണ്ടർലൈൻ ചെയ്യണേ. ഡിസൈഡിങ് വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ. അതായത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അല്ലെ എന്ന് തീരുമാനിക്കുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ പറഞ്ഞു ട്രിപ്പ് പോകാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ പ്ലാൻ ചെയ്യും. എങ്ങനെ പോകണം, എവിടെ പോകണം, എന്ത് ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം, അല്ലെ എന്ന് തീരുമാനിക്കുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ? ഡിസൈഡിങ് വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ. ഓക്കെ, സോ ഇപ്പൊ പ്ലാനിങ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. പ്ലാനിങ് കൺസിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് വിഷൻ, ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, ദെൻ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ്. ദെൻ നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം, റിസോഴ്സസ് കണ്ടെത്തണം, അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് കണ്ടെത്തുക, ദെൻ ഫ്യൂച്ചറിലേക്കുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്തണം, ദെൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ പ്ലാനിങ് എന്താണെന്നുള്ളത്? ഓക്കെ ആണോ പ്ലാനിങ്? ഓക്കെ, ദെൻ ഇനി നമ്മൾ പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് രണ്ട് വ്യക്തികൾ പറയുന്ന ഡെഫിനേഷൻസുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഒത്തിരി ഡെഫിനേഷൻസുകൾ കണ്ടു. സോ ഡെഫിനേഷൻസുകൾ ഒന്ന് പഠിച്ചു വെക്കണം. കാരണം ഓരോ വ്യക്തികളുടെ പേര് മെൻഷൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഡെഫിനേഷൻസ് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. സോ ഡെഫിനേഷൻസ് ഒന്ന് പഠിച്ചു വെക്കണം. ആ ഡെഫിനേഷൻസിന്റെ വ്യക്തികളുടെ പേരും നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് രണ്ട് വ്യക്തികളുടെ ഡെഫിനേഷൻസ് ആണ് നോക്കുക കേട്ടോ. ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു കൂൺസ്. കൂൺസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹം പ്ലാനിങ്ങിനെ കുറിച്ച് എന്താണ് പറയുന്നത്? പ്ലാനിങ് ഈസ്, അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, രണ്ട് ഡെഫിനേഷനും അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കൂ. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു. അല്ലെ, പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. അല്ലെ, നമ്മൾ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒന്നാണ്. വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു. അല്ലെ, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നതാണ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ബി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പ്ലാനിങ് ആ ഒരു ഗ്യാപ്പ് നികത്തുന്നു. എങ്ങനെയുള്ള ഗ്യാപ്പ്? അതായത് നമ്മൾ എവിടെ ആയിരിക്കണം എന്നുള്ള ഒരു ഗ്യാപ്പ് നികത്തുന്നു. അതായത് നമ്മള് ഇപ്പൊ ഒരു ട്രിപ്പ് പോണ കാര്യം പറഞ്ഞു അല്ലെ, ഇപ്പൊ പെട്ടെന്ന് നമുക്ക് പോകാനോ നമ്മൾ ഇതൊന്നും പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ഗ്യാപ്പാണ്. നമ്മൾ അവിടെ എപ്പോ എത്തും, എങ്ങനെ എത്തും, അല്ലെങ്കിൽ എന്നുള്ള ഒരു യാതൊരു ധാരണകളും ഉണ്ടായിരിക്കില്ല. സോ അവിടെ പറയുന്നത് എന്താണ്? അഡ്വാൻസ് ആയിട്ട് മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കുകയാണ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ളത്. സോ ആ ഒരു ഗ്യാപ്പ് നമുക്ക് വി ആർ വേർ, നമ്മൾ എവിടെയാണ് അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തണം എന്നുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് ഈ ഗ്യാപ്പ് നികത്താനായിട്ട് ഓൾറെഡി മുൻകൂട്ടിയുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് നികത്താനായിട്ട് നമുക്കൂടെ സാധിക്കുന്നു. ഇപ്പൊ എളുപ്പമാണ്. കോൺസിന്റെ അക്കോർഡിംഗ് ടു കോൺസിന്റെ ആണെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആക്കി ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു. ആരാണ് പറഞ്ഞിരിക്കുന്നത്? അക്കോർഡിംഗ് ടു കോൺസ്. ആ ഒരു സെന്റൻസ് ഓർത്ത് വെക്കാം. വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു. ഓക്കെ, ഇപ്പൊ എക്സാമിൽ നിങ്ങൾക്ക് എന്തായാലും ചിലപ്പോൾ ഡെഫിനേഷൻ തന്നിട്ടുണ്ടാകും. ഡെഫിനേഷൻ പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ പേരായിരിക്കും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അക്കോർഡിംഗ് ടു കൂൺസിന്റെ എപ്പോഴും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അക്കോർഡിംഗ് ടു കൂൺസ്. ഓക്കെ, അത് നിങ്ങൾ ആ ഒരു സിമ്പിൾ ആക്കി പഠിച്ചു വെക്കാം. വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു. ഈ മൂന്ന് പറഞ്ഞത് ആരാണ്? കൂൺസിന്റെ ഡെഫിനേഷൻ ആണ്. ഓക്കെ, ഓർത്ത് വെക്കണേ. ഇനി രണ്ടാമത്തെ ഡെഫിനേഷൻ ആണ് മില്ലറ്റ്. മില്ലറ്റ് എന്നുള്ള ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ ആണ് നോക്കാം. A plan is a future course of action. Planning is a process of determining the objectives, effort, and devising the means calculated to achieve them. എന്താണ് പറയുന്നത് അല്ലേ? അതായത് പ്ലാനിങ് ഈസ് എ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഭാവി പ്രവർത്തനങ്ങളുടെ ഒരു എന്താ പറയാ, ഭാവി പ്രവർത്തനങ്ങളുടെ ഒരു കോഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മൾ ട്രിപ്പ് പോകണമെങ്കിൽ ഒരു 3 മാസത്തിന് മുന്നേ, അതായത് നമ്മൾ പിന്നെ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മള് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക? പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി പ്ലാനിങ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ ഒബ്ജക്റ്റീവ്സ്. അല്ലെ, നമ്മൾ പറഞ്ഞു പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്സിനെ ഡിറ്റർമൈൻ ചെയ്യാനാണ്, ലക്ഷ്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നു. Then effort and devising the means calculated to achieve them. അതായത് എന്താണ്? ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ഇനി അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ആ ലക്ഷ്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നു. ഇനി നമ്മൾ ആ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാനായിട്ടുള്ള മാർഗങ്ങളും രൂപപ്പെടുത്തുന്നതിനായിട്ടുള്ള ഒരു പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ പറഞ്ഞ ട്രിപ്പ് പോകാനായിട്ട് ഇത്ര മണിക്ക് എത്തണം, അപ്പൊ നമ്മൾ ഇത്ര സമയത്ത് ഇവിടുന്ന് പുറപ്പെടണം. അല്ലെ, നമ്മൾ ആ ഒരു ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും കൂടിയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടുപേരുടെ ഡെഫിനിഷൻ ക്ലിയർ ആണോ?
അക്കോർഡിംഗ് ടു കൂൺസിന്റെ എന്തായിരുന്നു? വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു. ഓക്കെ. ദെൻ മില്ലറ്റ് പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ ആക്ഷൻ ആണെന്ന്, അല്ലെ? നമ്മൾ ഭാവിയിലോട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ദെൻ ലക്ഷ്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുക, ദെൻ ആ ലക്ഷ്യത്തിലോട്ട് എത്തുക. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഒന്ന് വായിച്ചു നോക്കിയേ, പ്ലാനിങ് വായിച്ചു നോക്കുക. ദെൻ രണ്ട് വ്യക്തികളുടെയും ഡെഫിനേഷൻ വായിക്കണം. മനസ്സിലാക്കി വായിക്കാട്ടോ. അണ്ടർലൈൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു പോകുമ്പോൾ അണ്ടർലൈനും കൂടി ചെയ്യുക കേട്ടോ. ഡെഫിനേഷൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കണം, എക്സാമിന് വരും എന്തായാലും. കംപ്ലീറ്റ് ചെയ്തോ? പ്ലാനിങ് എന്താണ്? ദെൻ രണ്ട് ഡെഫിനേഷൻസ്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലായോ വായിച്ചിട്ട്? ഓക്കെ ആണോ? ദെൻ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, എസെൻഷ്യൽ ഓഫ് ഗുഡ് പ്ലാനിങ്. എസെൻഷ്യൽസ് ഓഫ് ഗുഡ് പ്ലാനിങ്, അല്ലെ? ഒരു നല്ലൊരു പ്ലാനിങ്ങിന് വേണ്ട അനിവാര്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ നോക്ക്. പോയിന്റ്സുകളാണേ, പോയിന്റ്സുകൾ അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കണേ. ഈൽസ് റീസണബിൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, അല്ലെ? ന്യായമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ? ഒരു പ്ലാനിങ് എന്ന് പറയുമ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? ആ പ്ലാനിലോട്ട് നമ്മൾ എത്തിച്ചേരാനായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ദെൻ രണ്ടാമത്തെ എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, റെഡ്യൂസ് ദ ഫ്യൂച്ചർ അൺസർട്ടൈനിറ്റി. എന്താ ഫ്യൂച്ചർ അൺസർട്ടൈനിറ്റി? കുറയ്ക്കാന്ന്. എന്താ അൺസർട്ടൈനിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ എന്താ പറയാ? അൺസർട്ടൈനിറ്റി. അതായത് നമ്മൾ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു ഉറപ്പില്ലായ്മ, അല്ലെ? ചെയ്യണോ വേണ്ടേ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു എന്താ പറയാ, ഡബിൾ ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യാന്ന് പറയില്ലേ, ചിന്തിക്കാറില്ല? ഇപ്പൊ നിങ്ങളാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മളെ പറ്റുമോ, പോകാൻ പറ്റുമോ ഇല്ലയോ, നമുക്കൊരു ഉറപ്പുണ്ടാവില്ല. എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പില്ലാതെ വരുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാണ് ഒരു പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ. നെഗറ്റീവ് അടിക്കാന്നൊക്കെ പറയില്ലേ നിങ്ങളുടെ ഭാഷയിൽ, അല്ലെങ്കിൽ ന്യൂജൻ ഭാഷയിൽ നെഗറ്റീവ് അടിക്കില്ലേ എന്നൊക്കെ പറയില്ലേ? നമ്മള് പറയാറുണ്ടോ? നിങ്ങൾ പറയാറില്ലേ? എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുമ്പോഴേ ചില ആളുകളെ അത് നടക്കുവോ, അല്ലെങ്കിൽ ശരിയാവോ, അല്ലെ എന്നുള്ള രീതിയിലേക്ക് എന്ത് പറയും? നെഗറ്റീവ് അടിക്കാന്ന് പറയും, അല്ലെ? അപ്പൊ ഇവിടെയും പറയുന്നത് റെഡ്യൂസ് ഫ്യൂച്ചർ അൺസർട്ടൈനിറ്റി, ഇങ്ങനെയുള്ളത് കുറയ്ക്കാന്ന്. ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുമ്പോൾ അതിനൊരു ഉറപ്പില്ലായ്മയൊക്കെ പറയുമല്ലോ, ഇതുപോലെ നെഗറ്റീവ്നെസ് ഒക്കെ പറയുന്നത് കുറയ്ക്കുകയാണ്. ഓക്കെ, റെഡ്യൂസ് ചെയ്യുക. ദെൻ മൂന്നാമത്തത് ഗെയിൻ ഇക്കണോമിക്കൽ ഓപ്പറേഷൻസ്. ഗെയിൻ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നേടണം, അല്ലെ? സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാനിങ്ങിന്റെ ടൈമിൽ ആ ടൈമിൽ തന്നെ എങ്ങനെയാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കണം. ദെൻ ഫൗണ്ടേഷൻ ഫോർ ഓർഗനൈസിങ്. നമ്മൾ ആ ഒരു ഫൗണ്ടേഷൻ, ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. കാര്യം നമ്മളിപ്പോ നമ്മൾ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞു, അത് തന്നെ നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാം, അല്ലെ? അപ്പൊ ആ ഒരു എല്ലാവരും കൂടി ചേർന്ന് ഒരു ഓർഗനൈസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ദെൻ ഫെസിലിറ്റേറ്റ് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. അതുപോലെ തന്നെ എന്താണ്, എല്ലാവരും തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം, അവിടെ ഒരു കൺട്രോളും ഫെസിലിറ്റേറ്റിംഗ് മീൻസ് ഒരു നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ ഒരു ഏകോപനമൊക്കെ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം, നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇതുപോലെ പുതിയൊരു പ്രൊജക്ട് എടുക്കുന്നതാണ്. സോ അപ്പൊ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള തൊഴിലാളികളുടെയും മാനേജേഴ്സിന്റെയും ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു കൺട്രോൾസും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ദെൻ ഡിക്റ്റേറ്റ് ദോസ് ആക്ടിവിറ്റീസ് ടു വിച്ച് എംപ്ലോയി ആർ ഡയറക്റ്റഡ്. ജീവനക്കാര് നയിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നിർദ്ദേശിക്കണമെന്ന്. ജീവനക്കാരോട്, ഇപ്പൊ എംപ്ലോയീസിനോട് എങ്ങനെയാണ് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നിർദ്ദേശിക്കണം. എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും ആ പ്രവർത്തനത്തെ കുറിച്ചിട്ട് എംപ്ലോയീസിനോട് നമ്മൾ പറഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് എസെൻഷ്യൽ ഓഫ് ഗുഡ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 പോയിന്റ്സ് ഉണ്ട്. 6 പോയിന്റ്സുകൾ കൃത്യമായിട്ട് പഠിക്കുക. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപാട് പറഞ്ഞു പോകാത്തത്. ആ പോയിന്റ്സ് മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ.
വായിച്ചു നോക്കോളൂ. എസെൻഷ്യൽ ഓഫ് ഗുഡ് പ്ലാനിങ്. അതുപോലെ തന്നെ പഠിക്കണേ. എന്റെ ഉള്ളിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ആ പോയിന്റ്സുകൾ മാത്രം നോക്കി വെക്കാം. വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. അപ്പൊ നമ്മൾ നോക്കിയത് പ്ലാനിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. 2 ഡെഫിനേഷൻ നോക്കി. ദെൻ എസെൻഷ്യൽ ഓഫ് ഗുഡ് പ്ലാനിങ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിന് നമ്മൾ പല ടൈപ്സുകളാണ് ഇനി നോക്കുന്നത്. ബേസ്ഡ് ഓൺ ടൈം പീരീഡ്, അപ്രോച്ച്, ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടൻസ്. നമ്മൾ പ്ലാനിങ്ങിനെ ഓൺ ദ ടൈം പീരീഡ് അനുസരിച്ച് തരംതിരിക്കുന്നു. ദെൻ അതിന്റെ സമീപനം, അപ്രോച്ചസ് അനുസരിച്ചും, ദെൻ ആ ഒരു ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ, അതായത് ആ ഒരു എങ്ങനെയാണ് നമ്മളത് ഫോർമലൈസേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ കണ്ടൻസ്, അതിന്റെ കണ്ടൻസിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടൻസ്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്ലാനിങ്ങിനെ തരംതിരിക്കുന്നത്. അപ്പൊ ഓരോന്നിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടൈം പീരീഡിൽ എങ്ങനെയാണ് പ്ലാനിങ് പറയുന്നത്, അതുപോലെ അപ്രോച്ചസിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നമ്മൾ പ്ലാനിങ്ങിനെ തരംതിരിക്കുക. ഇനി ഡിഗ്രി ഓഫ് ഫോർമലൈസേഷന്റെ ബേസിസിൽ പ്ലാനിങ്ങിനെ നമ്മൾ എങ്ങനെ തരംതിരിക്കുന്നു. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്ലാനിങ്ങിനെ തരംതിരിക്കുന്നത് എങ്ങനെയാണ്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ, ടൈം പീരീഡ്. എങ്ങനെയാണ് നമ്മൾ ടൈം പീരീഡിന്റെ അടിസ്ഥാനത്തിൽ പ്ലാനിങ്ങിനെ വർഗീകരിക്കുന്നത്. The time period depends on the type of business and structure of the organization. അല്ലെ, ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ബിസിനസിന്റെ ആ ഒരു നമ്മളിപ്പോ ബിസിനസിന്റെ കാര്യമാണ് എടുക്കുന്നത് പ്ലാനിങ്ങില്. The time period depends on the type of business and structure of the organization. ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു ബിസിനസിന്റെ എങ്ങനെയുള്ള ബിസിനസിന്റെ ആ ഒരു സ്ട്രക്ചറിനെയും, ദെൻ ഇപ്പൊ ഒരു വലിയൊരു ബിസിനസ് ആണോ അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു പ്രൊജക്ട് ആണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു പ്ലാനിങ്ങിന്റെ ടൈം പീരീഡ് നിശ്ചയിക്കുന്നത്. Then based on the time period, long-term planning and short-term planning are two types of planning. കണ്ടോ, ടൈം പീരീഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്ലാനിങ്ങിനെ രണ്ട് ടൈപ്പുകളായിട്ട് തരംതിരിക്കാം. ഒന്ന് ലോങ് ടേം പ്ലാനിങ്ങും ഒന്ന് ഷോർട്ട് ടേം പ്ലാനിങ്ങും. കണ്ടോ, ടൈം പീരീഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്ലാനിങ്ങിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു, ലോങ് ടേമും ദെൻ ഷോർട്ട് ടേം പ്ലാനിങ്. ഇനി എന്താണ് രണ്ടും എന്നാണ് അടുത്തത് പറയുന്നത്. ലോങ് ടേം പ്ലാനിങ് ഈസ് എ സ്ട്രാറ്റജിക് നേച്ചർ ഓഫ് ലോങ് ടേം പ്ലാനിങ്. അല്ലെ, ലോങ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുള്ള ഒരു പ്ലാൻ ചെയ്ത് തീരുന്നതല്ല, ഒരുപാട് നീണ്ടു നിൽക്കുന്ന ഒരു പ്ലാനിങ് ആണ്. ഇറ്റ് ജനറലി ഇൻവോൾവ്സ് 3 to 5 years. ഒരു ലോങ് ടേം പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 to 5 years വരെ നീണ്ടു നിൽക്കാവുന്ന ഈ ഒരു പ്രോസസ്സ്. 3 to 5 ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ലോങ് ടേം പ്ലാനിങ് 3 to 5 years അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇറ്റ് റിലേറ്റ്സ് ടു മാറ്റേഴ്സ് ലൈക്ക്, ഇനി എങ്ങനെയുള്ളതാണ് ലോങ് ടേം പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലൈക്ക് ന്യൂ പ്രൊഡക്ട്സ്, പ്രൊഡക്റ്റ് ഡിവേഴ്സിഫിക്കേഷൻ. അപ്പൊ എക്സാമ്പിൾ ആണ് കേട്ടോ ലോങ് ടേം പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു പുതിയ പ്രൊഡക്ട്സുകൾ കമ്പനി നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഉൽപ്പന്നത്തിന്റെ ഒരു പ്രൊഡക്റ്റ് ഡിവേഴ്സിഫിക്കേഷൻ, പ്രൊഡക്റ്റിന്റെ പല രീതിയിലുള്ള വൈവിധ്യവൽക്കരണം, ഇതൊക്കെയാണ് ലോങ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊരു 3 to 5 years നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗ് ആണ്, പ്ലാനിങ് ആണ്. ഇനി ഷോർട്ട് ടേം പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഷോർട്ട് ടേം പ്ലാനിങ് ടിപ്പിക്കലി കവേഴ്സ് എ ടൈം ഫ്രെയിംവർക്ക് ലെസ് ദാൻ 1 year in order to assist their company in moving gradually towards its long term planning. ഇവിടെ പറയുന്നത് ഷോർട്ട് ടേം പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 year താഴെ വരുന്ന പ്ലാനിങ് പ്രവർത്തനങ്ങളാണ് എന്ത് ഷോർട്ട് ടേം പ്ലാനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രാജുവലി ടുവേർഡ്സ് ഇറ്റ്സ് ലോങ് ടേം പ്ലാനിങ്, ലോങ് ടേം പ്ലാനിങ്ങിന്റെ ഒപ്പം തന്നെ പോലെയുള്ള ഒരു പ്ലാനിങ് ആണ്. പക്ഷെ എന്താണ് 3 to 5 years ഒന്നും വേണ്ട, 1 year താഴെ വരുന്നതാണ് ഷോർട്ട് ടേം പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ ആ 3 to 5 പഠിക്കണം. അതുപോലെ തന്നെ രണ്ട് തരത്തിലാണ് നമ്മൾ ടൈം പീരീഡിന്റെ അടിസ്ഥാനത്തിലുള്ള പ്ലാനിങ് പറയുന്നത്. ലോങ് ടേം പ്ലാനിങ് ഉണ്ട്, ഷോർട്ട് ടേം പ്ലാനിങ്. ലോങ് ടേം എന്ന് പറയുന്നത് 3 to 5 years ആണ്. ദെൻ ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ എന്താണ് ലെസ് ദാൻ 1 year, 1 year താഴെ വരുന്ന പ്ലാനിങ് ആണ് ഷോർട്ട് ടേം പ്ലാനിങ്. അത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൽ ഓർത്ത് വെക്കാം ടൈം പീരീഡിൽ. ഓക്കെ,
ഓക്കെ ആണോ? ടൈം പീരീഡ് ക്ലിയർ ആണോ? ഓക്കെ, മാക്സിമം ഞാൻ ഷോർട്ട് ആക്കിയിട്ടാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ടൈം പീരീഡിൽ അപ്പോ രണ്ട് ടൈപ്പ് പ്ലാനിങ് ആണ്, ലോങ് ടേമും ഷോർട്ട് ടേമും. ലോങ് ടേം എന്ന് പറഞ്ഞാലോ 3 to 5 years ആണ് പ്ലാനിങ് വരുന്നത്. ഷോർട്ട് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ലെസ് ദാൻ 1 year പ്ലാനിങ്. അത്രയും നോക്കി വയ്ക്കാം. കുഴപ്പമില്ലല്ലോ? അത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. അപ്രോച്ച്. അപ്രോച്ച് എന്ന് വെച്ചാൽ എന്താണ്? സമീപനം അല്ലെ? അപ്രോച്ചിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്ലാനിങ്ങിനെ എങ്ങനെയാ തരംതിരിക്കുന്നത് നോക്കാം. 2 types ഓഫ് പ്ലാനിങ് ആർ അപ്രോച്ച്. സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2 ടൈപ്പ് പ്ലാനിങ് ഉണ്ടെന്നാണ് പറയുന്നത്. നോക്കാം, പ്രൊആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പ്ലാനിങ്. അണ്ടർലൈൻ ചെയ്യാം. The 2 types ഓഫ് പ്ലാനിങ് ആർ പ്രൊആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പ്ലാനിങ്. വളരെ എളുപ്പമാണ് കേട്ടോ, സിമ്പിൾ ആണ്. നോക്കാം, ഇനി എന്താണ് പ്രൊആക്റ്റീവ് പ്ലാനിങ്ങും എന്താണ് റിയാക്റ്റീവ് പ്ലാനിങ്ങും? Proactive planning is the suitable course of action designed considering the changes expected in appropriate area. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. പ്രൊആക്റ്റീവ് എന്താണ്, റിയാക്റ്റീവ് പ്ലാനിങ് എന്താണെന്ന് അണ്ടർലൈൻ ചെയ്യണേ. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു പ്രാവശ്യം കൂടി ഞാൻ വായിക്കാം എന്നിട്ട് പറയാം. Proactive planning is a suitable course of action designed to considering the changes expected in appropriate area. നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട്, അതായത് നമ്മളിപ്പോ ഒരു പ്രശ്നം ഉണ്ടാകും, അവിടെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഇന്ന പ്രശ്നം വരാം. നമ്മൾ പ്രശ്നത്തെ മുൻകൂട്ടി കാണുകയാണ്, എക്സ്പെക്ട് ചെയ്യുകയാണ്. ചേഞ്ചസിന്, മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ മേ ബി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം എന്നിട്ട് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് നമ്മൾ പ്രശ്നങ്ങൾ വന്നേക്കാം എന്നതിനെ മുൻകൂട്ടി കണ്ട് നമ്മൾ ആ പ്രശ്നം വരാതിരിക്കാനായിട്ടുള്ള പ്ലാനിങ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക? പ്രൊആക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പ്രൊആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മള് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് കണ്ടോ, ചേഞ്ചസ് എക്സ്പെക്റ്റഡ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഫ്യൂച്ചറിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കാം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നേക്കാം. സോ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ് പ്രൊആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ റിയാക്റ്റീവ് എന്തായിരിക്കും? ഇനി നിങ്ങൾ പറഞ്ഞേ. പ്രൊആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് അതിനുള്ള പ്ലാൻ ചെയ്യുന്നതാണ് അല്ലെ? അപ്പൊ റിയാക്റ്റീവ് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. റിയാക്റ്റീവ് എന്താണ് പറയാൻ പറ്റില്ല നിങ്ങൾക്ക്? റിയാക്റ്റീവ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ആഫ്റ്റർ ആണ് നമ്മൾ ചെയ്യുന്നത്. വായിച്ചു നോക്കാം. റിയാക്റ്റീവ് പ്ലാനിങ് ഈസ് ദ ടൈപ്പ് ഓഫ് പ്ലാനിങ് that is done after the environmental changes. കണ്ടോ, എൻവയോൺമെന്റൽ ചേഞ്ചസ്. അതായത് ഇപ്പോ ഓർഗനൈസേഷൻസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അത് സോൾവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക? റിയാക്റ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ ഒന്നും കൂടി പറയാം. അപ്രോച്ച്, സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്ലാനിങ്ങിനെ രണ്ടായിട്ടാണ് പറയുന്നത്. പ്രൊആക്റ്റീവ് പ്ലാനിങ്ങും റിയാക്റ്റീവ് പ്ലാനിങ്ങും. ഓക്കെ, രണ്ടും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രൊആക്റ്റീവും റിയാക്റ്റീവും ചോദിക്കാറുണ്ട്, ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ പ്രൊആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ മുൻകൂട്ടി നമ്മൾ പ്രശ്നങ്ങളെ കണ്ട് അതിനുള്ള പ്ലാനിങ് തയ്യാറാക്കുന്നതാണ് പ്രൊആക്റ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത്. റിയാക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആഫ്റ്റർ ദ എൻവയോൺമെന്റൽ ചേഞ്ചസ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പഠിച്ചില്ലേ? ഇപ്പോ പഠിച്ചോ? മാക്സിമം ഞാൻ നിങ്ങൾക്ക് പഠിക്കാനും കൂടിയാണ് 2-3 പ്രാവശ്യം ഞാൻ ഇത്രയും ഷോർട്ട് ആക്കി അത് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം അത് പഠിച്ചും കൂടി എടുക്കാൻ ശ്രമിക്കാം. ഇപ്പൊ ടൈം പീരീഡും അപ്രോച്ചസും പഠിച്ച എല്ലാവരും, ടൈം പീരീഡിൽ 2 ലോങ് ടേമും ഷോർട്ട് ടേമും. 3 to 5 ആണ് ലോങ് ടേം, ഷോർട്ട് ടേം ലെസ് ദാൻ 1 year ആണ്. അപ്രോച്ചസിൽ ഏതൊക്കെയായിരുന്നു? 2 പ്രൊആക്റ്റീവും റിയാക്റ്റീവും. പ്രൊആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻകൂട്ടി നമ്മൾ കണ്ടെത്തി പ്ലാൻ ചെയ്യുന്നത്. റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ചേഞ്ചസിന് ശേഷം വരുന്ന പ്ലാനിങ് ആണ് റിയാക്റ്റീവ് എന്ന് പറയുന്നത്. പഠിച്ചോ? ടൈം പീരീഡ് വായിച്ചായിരുന്നോ? വായിപ്പിച്ചോ? ഞാൻ ടൈം പീരീഡ് വായിച്ചായിരുന്നോ? നിങ്ങൾ ടൈം പീരീഡ് വായിച്ചിട്ടില്ല? ഓക്കെ, അപ്പൊ ടൈം പീരീഡും അപ്രോച്ചും ഒന്ന് വായിച്ചു നോക്കാം. വായിക്കുമ്പോ അതൊന്ന് പഠിച്ചും കൂടി പോകാൻ ശ്രമിക്കണം കേട്ടോ. ടൈം പീരീഡും അപ്രോച്ചസ് വായിക്കാം.
വായിച്ചോ, പഠിച്ചോ? ടൈം പീരീഡും അപ്രോച്ചസിന്റെ അടിസ്ഥാനത്തിൽ പ്ലാനിങ്ങിനെ തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് പറഞ്ഞത് ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ. അതിന്റെ ബേസിസിൽ നമുക്ക് ഡിഗ്രി ഓഫ് ഫോർമലൈസേഷന്റെ ബേസിസിൽ പ്ലാനിങ്ങിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് ഫോർമൽ പ്ലാനിങ്ങും ദെൻ ഇൻഫോർമൽ പ്ലാനിങ്ങും. ഇത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫോർമൽ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഫോർമൽ പ്ലാനിങ് ഈസ് എ സ്ട്രക്ചേർഡ് പ്ലാൻ. It has some procedures to follow. Written records are followed in formal planning. ഫോർമൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ആ പറയുന്നത് പോലെ തന്നെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ്. അതിന് കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം. റിട്ടേൺ റെക്കോർഡ്സുകളൊക്കെ ഉണ്ടാവും. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ റെക്കോർഡ്സിലൊക്കെ നമ്മൾ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടാകും. സോ അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർമൽ പ്ലാൻ ചെയ്യുന്നത്. ഇനി ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. ഇൻഫോർമൽ പ്ലാനിങ് ഈസ് ആൻ അൺസ്ട്രക്ചേർഡ്, ഒരു സ്ട്രക്ചർ ഒന്നും ഇല്ല. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി പ്രൊസീജിയർ ടു ഫോളോ. നമ്മൾ വേറെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഒന്നും ഫോളോ ഒന്നും ചെയ്യണില്ല. നോ റെക്കോർഡ് ഈസ് മെയിൻറ്റെയിൻ ടു ഫോർ ഫ്യൂച്ചർ പർപ്പസ്. അവിടെ നമ്മൾ ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി റെക്കോർഡ്സുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു പ്ലാനിങ് മാത്രമേ ഉള്ളൂ. ഫോർമൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്ട്രക്ചർ ആണ്, റെക്കോർഡ്സ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ വായിക്കാട്ടോ, എളുപ്പമാണത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അണ്ടർലൈൻ ഒന്നും ചെയ്യണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ഫോർമൽ എന്ന് പറയുമ്പോൾ സ്ട്രക്ചേർഡ് ആണ്, അതിന് റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ വേണം. ദെൻ ഇൻഫോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതിന്റെ ഒന്നും ആവശ്യമില്ല, സ്ട്രക്ചർ ഒന്നും ഇല്ല, പ്രൊസീജിയേഴ്സും ഇല്ല. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടൻസ്. കണ്ടൻസിന്റെ അടിസ്ഥാനത്തിൽ പ്ലാനിങ്ങിന് നമ്മൾ രണ്ട് ടൈപ്പായിട്ട് തരംതിരിച്ചിരിക്കുന്നു. സ്ട്രാറ്റജിക് പ്ലാനിങ്ങും ഓപ്പറേഷണൽ പ്ലാനിങ്ങും നോക്കാം. ഇനി സ്ട്രാറ്റജിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, തന്ത്രപരമായിട്ടുള്ള പ്ലാനിങ്, ആസൂത്രണം. ദെൻ ഓപ്പറേഷണൽ പ്ലാനിങ്, പ്രവർത്തനപരമായിട്ടുള്ള ആ ഒരു പ്ലാനിങ്. ഫസ്റ്റ് വൺ നോക്കാം, സ്ട്രാറ്റജിക് പ്ലാനിങ്. എന്താണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്നാണ്? It sets future directions of the organization in which it wants to proceed in future. It involves a time horizon more than 1 year, and for most of the organization, it ranges between 3 to 5 years. Strategic plans are generally developed by top-level management. ഒറ്റ വാക്കാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വായിച്ചത് പറയാം. അതായത് സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് സെറ്റ്സ് ഫ്യൂച്ചർ ഡയറക്ഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ഇപ്പൊ ഒരു ഓർഗനൈസേഷൻസിലെ ഫ്യൂച്ചർ പ്ലാൻ, അതായത് ഭാവിയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഓർഗനൈസേഷന്റെ പ്ലാനിങ്ങിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ഇൻവോൾവ്സ്, അതായത് ടൈം ഹൊറിസോൺ മോർ ദാൻ, ഇത് 1 ഇയറോ അല്ലെങ്കിൽ ഒരു റേഞ്ച് പറയുന്നത് 3 to 5 years ഒക്കെയാണ് ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അല്ലെ, അതായത് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ തീരുമാനിക്കുന്നത്. ഇനി ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് ആർ ജനറലി ഡെവലപ്ഡ് ബൈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. അണ്ടർലൈൻ ചെയ്യാട്ടോ, സ്ട്രാറ്റജിക് പ്ലാൻസ് ആർ ജനറലി ഡെവലപ്ഡ് ബൈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന മാനേജ്മെന്റ് ആണ് സ്ട്രാറ്റജിക് പ്ലാൻസുകൾ തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ, strategic plans are generally developed by the top level management. Underline ചെയ്തോ? ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ എക്സാമ്പിൾ ആണ് diversification of business into new lines. അതായത് എന്താ, വൈവിധ്യവൽക്കരിക്കുകയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻസിലാണെങ്കിൽ പുതിയ പ്രൊഡക്ട്സുകൾ തയ്യാറാക്കുക, പുതിയ പ്രൊഡക്ട്സുകൾ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കൊണ്ടുവരിക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അടുത്ത പ്ലാനിങ് ആണ് ഓപ്പറേഷണൽ പ്ലാനിങ്. എന്താണ് ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് നോക്കാം. ഓപ്പറേഷണൽ പ്ലാൻസ് ആർ ഡെവലപ്ഡ് ടു ഡിറ്റർമൈൻ
the steps necessary for achieving statistical goals. ടെക്സ്റ്റ് ബുക്കില് സ്റ്റാറ്റിസ്റ്റിക്കൽ എന്നാണോ കിടക്കുന്നത്? അങ്ങനെയല്ലേ? അല്ല, ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ എന്നാക്കാം കേട്ടോ. കുറച്ച് സെന്റൻസ് അവിടെ വിട്ട് സ്റ്റാറ്റിക്കൽ എന്നാണ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ എന്നാക്കിക്കോളൂ. സ്റ്റാറ്റിസ്റ്റിക്കൽ എന്നാക്കണേ. എഴുതി വെച്ചോളൂ ഇപ്പോൾ തന്നെ. STA സ്പെല്ലിംഗ് അറിയാലോ. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ എന്നാക്കിക്കോളൂ. Okay. Operational plans are developed to determine the steps necessary for achieving statistical goals. They are used to guide for day-to-day operations by department managers. These plans may cover a time frame of few months, weeks, or even a few days. Operational plans എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫ്യൂ മന്ത്സോ അല്ലെങ്കിൽ വീക്സോ ദെൻ ഒരു ആഴ്ചകളോ കുറച്ച് ദിവസങ്ങളോ കുറച്ച് മാസങ്ങളോ കൊണ്ട് പ്ലാൻ ചെയ്യാവുന്നതാണ് ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ ഓപ്പറേഷണൽ പ്ലാനിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡേ ടു ഡേ പ്രോസസ്സുകൾ അല്ലെ, ഡേ ടു ഡേ ഓപ്പറേഷൻസുകൾ അല്ലെ, ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഗൈഡ് ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലാനിങ്ങിനെ എടുക്കാവുന്ന. ദെൻ നമ്മളത് തീരുമാനിക്കുന്നത് ആരാണ്? ഡിപ്പാർട്ട്മെന്റ് മാനേജർ ആണ് ഓപ്പറേഷണൽ പ്ലാൻസ് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രാറ്റജിക് പ്ലാൻ ആണെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും, പക്ഷേ ഓപ്പറേഷണൽ പ്ലാൻസ് കൈകാര്യം ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ആയിരിക്കും. അവിടെയുള്ള ഡേ ടു ഡേ പ്രോഗ്രാംസുകളും പ്രവർത്തനങ്ങളെയൊക്കെയാണ് നമ്മൾ ഒരു ഗൈഡായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. ദെൻ അതിനാൽ തന്നെ ഫ്യൂ മന്ത്സ് മതിയാകും, അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളോ ഈ ഒരു ഓപ്പറേഷണൽ പ്ലാനിങ്ങിന് മതിയാകും. ഓക്കെ, വായിച്ചു നോക്കുക. സ്ട്രാറ്റജിക് പ്ലാനിങ്, ഓപ്പറേഷണൽ പ്ലാനിങ്. കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിയത് ടൈപ്സ് ഓഫ് പ്ലാനിങ് ആണ്. ടൈപ്സ് ഓഫ് പ്ലാനിങ്ങില് ടൈം പീരീഡിന്റെ അടിസ്ഥാനത്തിലും അപ്രോച്ചിന്റെ അടിസ്ഥാനത്തില് ദെൻ ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടന്റ്സ്. ഈ ഒരു 4 ബേസിസിൽ നമ്മൾ ഓരോ ബേസിസിലും പ്ലാനിങ്ങിനെ രണ്ടായിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുകയാണ്. ടൈം പീരീഡിൽ എന്തൊക്കെയായിരുന്നു? ലോങ് ടേം പ്ലാനിങ്ങും ഷോർട്ട് ടേം പ്ലാനിങ് എന്നും, അപ്രോച്ചസിന്റെ അടിസ്ഥാനത്തില് പ്രൊവാക്റ്റീവ് പ്ലാനിങ് എന്നും റിയാക്റ്റീവ് പ്ലാനിങ് എന്നും തരംതിരിച്ചിരിക്കുന്നു. ദെൻ ഡിഗ്രി ഓഫ് ഫോർമലൈസേഷന്റെ ബേസിസില് ഫോർമൽ പ്ലാനിങ് എന്നും ഇൻഫോർമൽ പ്ലാനിങ് എന്നും തരംതിരിച്ചിരിക്കുന്നു. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടന്റ്സിന്റെ അടിസ്ഥാനത്തില് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്നും ഓപ്പറേഷണൽ പ്ലാനിങ് എന്നും തരംതിരിച്ചിരിക്കുന്നു. ദെൻ അപ്പൊ നമ്മൾ ടോട്ടൽ ആയിട്ട് ഒരു 8 ടൈപ്പ് പ്ലാനിങ് ആണ് പഠിച്ചത്, ആണോ? ഒരു 4 ബേസിസിന്റെ അടിസ്ഥാനത്തില് 2 ടൈപ്പ് പ്ലാനിങ് വെച്ച് ടോട്ടൽ 8 ടൈപ്പ് പ്ലാനിങ് ആണ് നമ്മൾ പഠിച്ചത്. ജസ്റ്റ് പേരുകൾ മാത്രം നമുക്കൊന്ന് പറയാം. ലോങ് ടേം പ്ലാനിങ്, ഷോർട്ട് ടേം പ്ലാനിങ്, പ്രൊവാക്റ്റീവ്, റിയാക്റ്റീവ്, ദെൻ ഫോർമൽ പ്ലാനിങ്, ഇൻഫോർമൽ പ്ലാനിങ്, ദെൻ സ്ട്രാറ്റജിക് പ്ലാനിങ്, ഓപ്പറേഷണൽ പ്ലാനിങ്. ക്ലിയർ ആണോ? അത്രയും ഭാഗം ടൈപ്സ് ഓക്കെ ആണോ? ഒന്ന് ഒരുമിച്ച് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ടൈപ്സ് ഓഫ് പ്ലാനിങ് ഒന്ന് കംപ്ലീറ്റ് വായിക്കണേ. നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണല്ലോ വായിച്ചത്. ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ കംപ്ലീറ്റ് വായിക്കുക. ടൈപ്സ് ഓഫ് പ്ലാനിങ്, ടൈം പീരീഡ് അപ്രോച്ച്, ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ, കണ്ടന്റ്, 4 ഒരുമിച്ച് ഒന്ന് വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലിയർ ആകും. ഓക്കെ,
വായിക്കുമ്പോൾ അത് മാക്സിമം പഠിച്ചും കൂടി എടുക്കാൻ നോക്കുക കേട്ടോ. ബുദ്ധിമുട്ടില്ല, അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല തോന്നുന്നു. വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. മാക്സിമം ഇത് തന്നെ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾക്ക് ഇത് തോന്നുന്നു ഒരു 50% ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. വായിച്ച് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണേ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഇപ്പൊ ഏകദേശം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചില്ലേ? ജസ്റ്റ് വായിക്കുന്നത് മാത്രമാണോ? വായിക്കുന്നതിനോടൊപ്പം കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലോട്ട് കയറിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. ആണോ? അല്ലെങ്കിൽ എന്റെ വിശ്വാസം മാത്രമാണോ? ഓക്കെ അല്ലെ? മാക്സിമം നിങ്ങളുടെ മനസ്സിലോട്ട് അത് കയറിയിട്ടുണ്ടെന്നാണ്. ഓക്കെ, ഇനി നിങ്ങൾ കുറച്ച് അതിന് വേണ്ടി ഒരുപാട് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യേണ്ട കേട്ടോ പഠിക്കാൻ. കാരണം നമ്മൾ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചിട്ടുണ്ടേ. അപ്പൊ നമ്മള് നോക്കിയത് പ്ലാനിങ് ആണ് അല്ലെ? അതായത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റില ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള പ്ലാനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും പോയിന്റ്സുകൾ പഠിച്ചത്. പ്ലാനിങ്ങിന്റെ ടൈപ്സ് അല്ലെ? അതുപോലെ തന്നെ എന്താണ് ഡെഫിനേഷൻ പഠിച്ചു. എസെൻഷ്യൽ ഓഫ് ഗുഡ് പ്ലാനിങ് എന്തൊക്കെയാണ്, ദെൻ ടൈപ്സുകൾ. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള പ്ലാനിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഫംഗ്ഷൻ ആണ് ഓർഗനൈസിങ്. അപ്പൊ നമ്മൾ പറഞ്ഞു മാനേജ്മെന്റിന്റെ ഓരോ ഫംഗ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതില് ഒരു ഫംഗ്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പ്ലാനിങ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ഫംഗ്ഷൻ ആണ് ഓർഗനൈസിങ്. ഓക്കെ, ഇത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അടുത്ത ഫംഗ്ഷനെ കുറിച്ചാണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറയുന്നത് എന്താണ്? This includes the identification and classification of required activities. ഓർഗനൈസിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇങ്ങനെ എല്ലാം ഒരു കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്യും അല്ലെ? ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഇതിനൊക്കെ നമ്മൾ ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ നമ്മൾ കണ്ടെത്തും അല്ലെ? ഇപ്പൊ നമ്മള് ട്രിപ്പ് പോണ കാര്യം പറഞ്ഞു, നമുക്ക് എപ്പോ പോണം, അപ്പൊ നമ്മൾ ഏത് വണ്ടിക്ക് പോകണം, അപ്പൊ നമ്മൾ ആ വണ്ടി അറേഞ്ച് ചെയ്തു. നമ്മൾ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകണം അല്ലെ? എന്നിവ നമുക്ക് ആവശ്യമായിട്ടുള്ളവയെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നതാണ്, ഒന്നിപ്പിക്കുന്നതാണ് നമ്മൾ. നോക്കാം. ദിസ് ഇൻക്ലൂഡ്സ് ദ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ റിക്വയർഡ് ആക്ടിവിറ്റീസ് അല്ലെ? അതായത് ഇവിടെ പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെയൊക്കെ തിരിച്ചറിയുന്നു, അതിനെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതാണ്. ഒരു കമ്പനിയിൽ ഒരു പുതിയ പ്രൊഡക്ട്സ് ആണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത് നമ്മൾ തിരിച്ചറിയുന്നു. ദെൻ നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നു. The activities are then grouped together and each group of activities is assigned to a manager. അല്ലെ? ഇനി നമ്മൾ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഒരു ഗ്രൂപ്പ്ഡ് ആയിട്ട് ആക്കിയാണ്, ഒന്നിച്ച് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആയിട്ട് തരംതിരിക്കുന്നു. ഇതൊക്കെ അസൈൻ ചെയ്യുന്നത് ടു എ മാനേജർ. മാനേജർ ആണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ അസൈൻ ചെയ്യുന്നത്. ത്രൂ ദ പ്രോസസ് ഓഫ് ഡെലിഗേഷൻ both horizontally among the different managers on the same level and vertically from supervisor to subordinate. അതായത് നമ്മൾ ഈ മാനേജർ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് അസൈൻ ചെയ്യുന്നു, ദെൻ അത് ഡെലിഗേഷൻ ഓരോ വ്യക്തികൾക്കും ഓരോ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഓരോ പ്രവർത്തനങ്ങൾ കൊടുക്കുകയാണ്. ഹൊറിസോണ്ടലി ആയിട്ടും കൊടുക്കുന്നു, അതുപോലെ വെർട്ടിക്കൽ ആയിട്ടും കൊടുക്കുന്നു. ഇനി ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ among different managers on the same level. അതായത് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ലെവലുള്ള എംപ്ലോയീസിന് അല്ലെങ്കിൽ സെയിം ലെവലുള്ള വ്യക്തികൾക്ക് ഡ്യൂട്ടീസ്, ഒരേപോലത്തെയുള്ള ഡ്യൂട്ടീസുകൾ സെയിം ലെവല്, അതായത് വ്യത്യസ്ത ലെവലല്ല, ഇപ്പൊ സെയിം ഒരേ ലെവലിലുള്ള വ്യക്തികൾക്ക് നമ്മൾ ഡ്യൂട്ടീസ് കൊടുക്കുന്നതാണ് ഹൊറിസോണ്ടലി എന്ന് പറയുന്നത്. among different managers on same level, സെയിം ലെവലിലുള്ള മാനേജ്മെന്റ്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഡ്യൂട്ടികൾ കൊടുക്കുന്നു.
ആൻഡ് വെർട്ടിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ വെർട്ടിക്കലി ഫ്രം സൂപ്പർവൈസേഴ്സ് ടു സബോർഡിനേറ്റ്. സൂപ്പർവൈസേഴ്സ് ചിലപ്പോൾ സബോർഡിനേറ്റിന് പല ലെവലിലുള്ള ആളുകൾക്ക് നമ്മൾ ഡ്യൂട്ടീസ് കൊടുക്കുന്നത്. ഒരേ ലെവലിലുള്ളത് ഹൊറിസോണ്ടൽ ആണ്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ലെവലിലുള്ള വ്യക്തികൾക്ക് സൂപ്പർവൈസർ, സുപ്പീരിയേഴ്സ് ടു സബോർഡിനേറ്റ്, അങ്ങനെ ഓരോരോ കീഴിൽ വരുന്ന ഡിഫറെന്റ് ലെവലിലുള്ള വ്യക്തികൾക്ക് നമ്മൾ ഡ്യൂട്ടികൾ കൊടുക്കുന്നു. Then this part of management involves establishing an international role for the people. അതായത് അവിടെ പീപ്പിൾസിന് ഒരു ഇന്റർനാഷണൽ റോളും കൂടി, അതായത് ഓരോ ഡ്യൂട്ടികൾ കൊടുക്കുന്നു എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇനി JD മൂണി ഇന്റർനാഷണൽ ഓർഗനൈസിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡെഫിനേഷൻ ആണ് താഴെ പറഞ്ഞത്. JD മൂണി എന്നുള്ള ഒരു വ്യക്തിയാണ്. നോക്കാം കേട്ടോ അദ്ദേഹം എന്താണ് പറഞ്ഞത്. Organization is the form of every human association for the attainment of common purpose and the process of relating specific duties or function in a world. Underline ചെയ്യാം കേട്ടോ, ആ ഡെഫിനേഷൻ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി എന്താണ് ഡെഫിനേഷനിൽ JD മൂണി പറഞ്ഞിരിക്കുന്നത് നോക്കാം. Organization is the form of every human association for the attainment of common purpose and the process of relating specific duties or function in a whole. എന്താണ് പറയുന്നത്? അതായത് ഒരു പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യം അല്ലെ, ഗോൾ ആയിട്ടുള്ള ഒരു പർപ്പസ്, പൊതുവായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷ്യം, പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിനും അതിന് പ്രത്യേകമായിട്ടുള്ള എന്താ പറയാ ഡ്യൂട്ടീസ് ഓർ റെസ്പോൺസിബിലിറ്റീസ്, കടമകളോ ധർമ്മങ്ങളോ ഒക്കെ ഉണ്ടാവുമല്ലോ. അതിന് നമ്മൾ മൊത്തത്തില് എല്ലാത്തിനെയും കൂടി ഒരു ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എല്ലാ കൂട്ടായ്മകളുടെയും ഒരു രൂപമാണ്, അല്ലെങ്കിൽ ആ ഒരു റിലേറ്റിംഗ് എല്ലാത്തിനെയും കൂടി ഒരു അസോസിയേഷൻ ഇന്റഗ്രേറ്റിംഗ് ആണ് നമ്മൾ എന്ത് വിളിക്കുക, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ഇനി ആ പ്ലാനിങ്ങിനെയൊക്കെ കൂടി നമ്മൾ കൊണ്ടുവരണമല്ലോ, ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഈ ഓരോ പ്രവർത്തനങ്ങൾ, ഈ എല്ലാ പ്രവർത്തനങ്ങളും കൂടി ഒന്നിച്ച് കൊണ്ടുവരുന്നതിനെയാണ് എന്ത് വിളിക്കുക, ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഡെഫിനേഷൻ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. JD മൂണിയാണ് പറഞ്ഞിരിക്കുന്നത്, അണ്ടർലൈൻ ചെയ്യാം. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ ഓർഗനൈസിങ് എന്താണ്. ദെൻ ഡെഫിനേഷനും ഒന്ന് വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ദെൻ ഇനി വീണ്ടും നമ്മൾ ഓർഗനൈസിങ്ങിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിന്റെ പ്രിൻസിപ്പിൾസ്, ദെൻ കുറച്ച് അതിന്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അല്ലെ, അത് ഒരുപാട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാക്കണില്ല. ഓക്കെ, അപ്പൊ ഇവിടം വരെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂ. ഓർഗനൈസിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുവരെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോ? ജസ്റ്റ് ഒന്നൊരു ലൈൻ വരച്ച് വെക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ഇനി വരുന്നതേ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസിങ് വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. പ്രിൻസിപ്പിൾസും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റാഫിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാം കൂടി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഇനി ബുദ്ധിമുട്ടാണ്ടല്ലോ എന്ന് കരുതിയിട്ടാണേ. അപ്പൊ എടുത്ത അത്രയും ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മള് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് തുടങ്ങിയാണ് ഇന്ന് നമ്മൾ എടുത്തത്. അപ്പൊ പ്രിൻസിപ്പിൾസ് മെയിൻ ആയിട്ട് 4 പ്രിൻസിപ്പിൾസ് ആണ്. യൂണിറ്റി ഓഫ് കമാൻഡ്, സ്പാൻ ഓഫ് കൺട്രോൾ, ഹോമോജീനിയസ് അസൈൻമെന്റ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. 4 എണ്ണം കൃത്യമായിട്ടും പഠിക്കണം. ദെൻ ഫങ്ഷൻസുകള് പേര് പഠിച്ചു വെക്കണം. ദെൻ നമ്മുടെ ഉള്ളിലുള്ള ഓരോന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ഓർ ലീഡിങ് ആൻഡ് കൺട്രോളിങ്. ദെൻ പ്ലാനിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. പ്ലാനിങ്ങിൽ 2 ഡെഫിനേഷൻസുകൾ ഉണ്ട്. 2 വ്യക്തികളുടെ പേരുകൾ നോക്കുക, ഡെഫിനേഷൻസ് പഠിക്കണം.
ദെൻ എസെൻഷ്യൽ ഓഫ് ഗുഡ് പ്ലാനിങ്, നല്ലൊരു പ്ലാനിങ്ങിന് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോയിന്റ്സുകളാണ് പഠിക്കുക. ദെൻ നമ്മൾ പ്ലാനിങ്ങിന് ടൈപ്സ് ഓഫ് പ്ലാനിങ്ങിനെ 4 ബേസിസിൽ, ടൈം പീരീഡിന്റെ ബേസിസിലും അപ്രോച്ചസിന്റെ ബേസിസിലും, then degrees of formalization, then importance of contents, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായിട്ട് ഓരോ ബേസിസിന്റെ അടിസ്ഥാനത്തിലും 2 ടൈപ്പ് പ്ലാനിങ്സുകളെ കുറിച്ച് പഠിച്ചു. ടോട്ടൽ 8 ടൈപ്പാണ് പഠിച്ചത്. then ഓർഗനൈസിങ്, ലാസ്റ്റ് വൺ നമ്മൾ നോക്കിയത് ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പ്ലാനിങ് എല്ലാ പ്രവർത്തനങ്ങളെയും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. then JD മൂണിയുടെ ഒരു ഡെഫിനിഷൻ. അത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ഇന്നെടുത്ത അത്രയും ഓക്കെ ആണോ? ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? മാക്സിമം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. മാക്സിമം ഷോർട്ട് ആക്കിയിട്ടാണ് നമ്മൾ പറയാറ്. കാരണം ഒരുപാട് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ എളുപ്പമാക്കുന്നത് ആ ഒരു രീതിയിലാണ് ഞാൻ എക്സാമ്പിൾ മാക്സിമം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എക്സാമ്പിൾ ഒക്കെ ഇട്ട് പറയാറുണ്ട്. ഓക്കെ ആണോ? ക്ലാസ് ബുദ്ധിമുട്ടുണ്ടോ ഫോളോ ചെയ്യുന്നത്? ഓക്കെ ആണോ? എല്ലാവർക്കും കംഫോർട്ട് ആണോ ക്ലാസ്സില്? ഓക്കെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ എന്തെങ്കിലും പറയാട്ടോ. നമ്മൾ മ്യൂട്ട് ചെയ്താണ് ക്ലാസ് വെക്കുന്നത്. ലാസ്റ്റ് ഒരു 5 minutes ആണ്. എന്തെങ്കിലും ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടുള്ളത്. ഡൗട്ട്സ് ഒന്നും ഇല്ല? ഓക്കെയാണ് എല്ലാവരും? പെർഫെക്റ്റ് ആണ്? ആണോ? പഠിക്കുന്നുണ്ടോ? മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഓക്കെ ആണോ എല്ലാവർക്കും? ടെക്സ്റ്റ് ബുക്ക് നോക്കാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് ഞാൻ ചോദിക്കട്ടെ. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടാണോ മോക്ക് ടെസ്റ്റ് നോക്കുന്നത്? മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, തനിയെ ഒന്ന് ആലോചിക്കുക. ക്ലാസ് കേട്ടെന്ന് വെച്ചിട്ട് ഒന്ന് തനിയെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക കേട്ടോ. പറ്റാത്തത് മാത്രം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി. നമുക്കതൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റ് തരുന്നത്. എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് കൂടിയാണത് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ചിലപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങൾ എങ്ങനെയാണ് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത് അതുപോലെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം. ഒരു 5 questions. അപ്പൊ നന്നായിട്ടൊക്കെ പഠിക്കണം. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഡെയിലി മാക്സിമം എടുക്കുന്നത്രയും വായിച്ചും കൂടി പോകുക കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്കിനി ഓർഗനൈസിംഗിന്റെ പ്രിൻസിപ്പിൾസ് ആണ് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഓൾ.